എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1920 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ നിരന്തരം നല്ല ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേശ്വരി CL ആണ്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ രാജേശ്വരിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ എടുത്തിട്ടുള്ളത്. നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ സജീവമായി എപ്പോഴും എല്ലാത്തിനും ഉണ്ടാകാറുള്ള ദേവൻ ഡോക്ടറെ സഹധർമ്മിണി കൂടിയാണ്. നമുക്ക് ഡോക്ടർ രാജേശ്വരിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. 2 സിസ്റ്റം ഓൺ ആയിരിപ്പുണ്ടോ അടുത്ത്? അപ്പോഴും ചിലപ്പോ ഒരു ഈ എക്കോ കേൾക്കും, എക്കോ വരും. അടുത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ വീണ്ടും ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കുറെ കേസുകളാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിലും പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ആദ്യം കുറെ ഇപ്പം ട്രീറ്റ്മെന്റിൽ എനിക്ക് കുറെ ഫാമിലി ആണ് കിട്ടുന്നത്. ഒരാൾക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ കിട്ടും. അങ്ങനെ കുറെ അധികം കേസുകൾ അങ്ങനെ ഫാമിലി തന്നെ ഉള്ളവരുണ്ട്. അപ്പൊ ഈ ഒരു കേസ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്ന കേസ്, ആദ്യം വന്നത് ചിക്കൻ പോക്സ്. ആ ഫാമിലിയിലെ തന്നെ ഒരു മോന് ചിക്കൻ പോക്സ് വന്നതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈയിടെയായിട്ട് നമുക്ക് ചിക്കൻ പോക്സുകൾ കുറവാണെങ്കിൽ ഇപ്പൊ വീണ്ടും ചിക്കൻ പോക്സ് കേസുകൾ നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഏത് ചിക്കൻ പോക്സ് കേസ് വന്നാലും ഞാൻ റിസ്ക് എടുക്കാതെ ഒരു ഡോസ് സൾഫറോ അത് ഒന്ന് നോക്കിയിട്ടാണ്, ഡിപ്പെൻസ് ആണ്. ഒരു ഡോസ് സൾഫർ, അതല്ലെന്നുണ്ടെങ്കിൽ ആന്റിഡാർട്ട്, അല്ലെങ്കിൽ ചുമയൊക്കെയാണ് കൂടുതലെങ്കിൽ ആന്റിഡാർട്ട് ആയിരിക്കും കൊടുക്കുന്നത്. എല്ലാം 200 ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇതൊന്നും അല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ചിലപ്പോൾ അവര് ഇത് ഡയഗ്നോസ് ചെയ്യാതെ തന്നെ അലോപ്പതി മെഡിസിൻ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസോ, അല്ലെങ്കിൽ തലവേദന കൂടുതലായിട്ടോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒന്നും ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ സിങ്കമെറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കാറ്. സിങ്കമെറ്റ് 200 ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസായിരുന്നു. ആ കുട്ടി തമിഴ്നാട്ടിലോ മറ്റോ ബിടെക്കിന് പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അമ്മ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ക്ലോസ്ഡ് കാറിലെ AC കാറിലാണ് ഡ്രൈവറും അമ്മയും ഈ മോനും മാത്രമേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ അത് ഷോർട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് ആ കുട്ടിക്ക് തിരികെ കോളേജിൽ പോകുവാനും സാധിച്ചു. ഞാൻ കൊടുത്ത മെഡിസിൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗമേറ്റ് ആണെന്ന് തന്നെ ആ കേസ് ഇപ്പൊ അത്ര ഓർക്കുന്നില്ല. ഞാനത് ആ ഫാമിലിയിലോട്ട് വരാൻ വേണ്ടി ഞാനൊന്ന് ഇൻട്രഡക്ഷൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ സിംഗമേറ്റ് അങ്ങനെ അതൊക്കെ കൊടുത്ത് എന്തായാലും റെസ്റ്റോക്സ് ഒക്കെ കൊടുത്ത് ആ കേസ് പെട്ടെന്ന് തന്നെയായി. തന്നെയുമല്ല ആ കുട്ടിയുടെ അമ്മയ്ക്കോ ആ ഡ്രൈവർക്കോ ഒന്നും ചിക്കൻ പോക്സ് വരികയും ചെയ്തില്ല. ഞാനന്ന് പ്രിവെന്റീവായിട്ട് കൊടുത്തത് നമ്മളുടെ റെസ്റ്റോക്സ് 30യും മെലാൻഡ്രിനം 30യും കൂടിയാണ് ഞാൻ കൊടുത്തത്. ഒക്കേഷണലി ഞാനൊരു തൂജ 200ഉം കൊടുത്തിരുന്നു. അപ്പൊ അത് അങ്ങനെ മാനേജ് ചെയ്ത് വന്നു. അതിന്റെ ഓർമ്മയിലായിരിക്കും അതിന്റെ അമ്മ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വന്നു. അതിന്റെ അമ്മയ്ക്കും ആ കുട്ടിയുടെ പെങ്ങൾക്കുമാണ് വന്നത്. 2 പേർക്കും അലർജിയാണ്. അപ്പൊ ആ അമ്മയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ബ്രോങ്കൈറ്റിസ് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത്. അപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞ അതും ഒരു കുട്ടീന് 10-40 വയസ്സേ ഉള്ളൂ. ആ ലേഡി ഒന്നുകിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദം, അതല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറോപ്പതി എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ പോകുന്നത്. അലോപ്പതി സിസ്റ്റം വളരെ അപൂർവമായിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം തങ്കി ഞങ്ങളുടെ വീടിന്റെ, അതായത് ചേർത്തല തന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ പറഞ്ഞ് തങ്കി ഹോസ്പിറ്റലുണ്ട്, നാച്ചുറോപ്പതി അവിടെയുണ്ട്. അവിടെ അഡ്മിറ്റായി കിടന്ന് അപ്പൊ ബ്രോങ്കൈറ്റിസിന് മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇൻഹേലർ, പക്ഷെ ആ മെഡിസിനൊക്കെ എടുക്കുമ്പോഴും ഈ പെൺകൊച്ച് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഡീറ്റെയിൽഡ് ആയിട്ട് കേസൊക്കെ എടുത്ത് എന്നെല്ലാം കഴിഞ്ഞ് നമുക്ക് ബ്രോങ്കൈറ്റിസിന് ഞാനൊന്ന് നോക്കുമ്പോൾ ആന്റിംഡാർട്ട് കാലിബൈക്കാണ് 3 മാർക്സ് റെമഡി ആയിട്ട് റെപ്പർട്ടറിയിൽ ഉള്ളത്. ആന്റിൻഡാർട്ടും കാലിബൈക്കും. 2 മാർക്കിന് വരുന്നത് കാൽക്കേരിയ, ഹെപ്പാർ സൾഫർ, ഫോസ്ഫറസ്, സ്റ്റാനമെറ്റ്. അതുപോലെ തന്നെ ക്രോണിക്കിന് ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ, മെഡോറിനം. അപ്പൊ ഇത് ഞാനൊന്ന് റെഫർ ചെയ്ത് ആദ്യം വന്നു കേസ് എടുത്തു, അപ്പോഴത്തെ സിംറ്റംസ് അനുസരിച്ച് ഞാൻ മെഡിസിൻ കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു അക്യൂട്ട്നെസ്സിന് അനുസരിച്ചുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനതൊന്ന് റെഫർ ചെയ്ത് വെച്ചു. അപ്പൊ ആദ്യത്തെ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ AEC 645 ഉണ്ടായിരുന്നു, CRP 15.1, IG 1608 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ ആ അക്യൂട്ട്നെസ് വെച്ചാണ് ഞാൻ കൊടുത്തത്. മരുന്ന് കഴിച്ചിട്ട് വ്യത്യാസം ഉള്ളത് കൊണ്ട് ആ കുട്ടി വീണ്ടും വന്നു. അപ്പം അത് ഞാൻ റെഫർ ചെയ്തിരുന്നില്ല. തൂജ 1 ഒരു ഡോസ് കൊടുത്തോണ്ട് ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പൊതുവേ ഒരു ഫൈബ്രോസിസോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലങ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ന്യൂമോണിയോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റിക് കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് കാലിയൈഡ് കൊടുക്കും. കാലിയൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. കാലിബൈക്കിനെക്കാട്ടിലും ഒക്കെ തന്നെയല്ല, റെപ്പർട്ടറിയിൽ നമ്മൾ നോക്കുമ്പോൾ പറയാം റെക്കറന്റ് ഗ്രൂപ്പിന് കാലിയൈഡ് പറയുന്നുണ്ട്. അപ്പം ബ്ലൈൻഡ് ആയിട്ട് തന്നെ അത് ഞങ്ങൾ സാറും ദേവൻ ഡോക്ടർ അത് പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലൈൻഡ് ആയിട്ട് നമുക്ക്, അതായത് ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കോൾഡ് ജലദോഷം അല്ലെങ്കിൽ ഒരു ചുമയൊക്കെ വന്നിട്ട് ഒരു അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ, എനിക്ക് ഒട്ടനവധി കേസുകൾ, 1, 2 ഒന്നുമല്ല, 10-15 കേസിലധികം ഞാൻ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഈ കാലിയൈഡ് 200 ലൈക്കോപോഡിയവും രണ്ടും, കാലിയൈഡിന്റെ ആക്ഷൻ നമുക്കറിയാം, വളരെ ഒരു സർജൻസ് നൈഫ് എന്നുള്ള രീതി, സിലീഷ്യയുടെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ആക്ഷൻ അതിനുണ്ട്. അതുപോലെ തന്നെ ലൈക്കോപോഡിയം, കാർബിന്റെ കോംപ്ലിമെന്ററി ആണ് ലൈക്കോപോഡിയം. ആ ഒരു രീതിയിൽ ഞാൻ കാലിയൈഡും ലൈക്കോപോഡിയം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ ആദ്യം ഞാൻ തൂജ 1 ഒരു ഡോസ് കൊടുത്തിട്ട് കാലിയൈഡ് ലൈക്കോപോഡിയം ആ ഒരു പ്രിസ്ക്രിപ്ഷനാണ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ റെഫർ ചെയ്തപ്പോൾ ബ്രോങ്കിയറ്റാസിസിന്റെ മെഡിസിൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 3 മാർക്സ് കിടക്കുന്നത് ആന്റിംഡാർട്ടും കാലിബൈക്കും, 2 മാർക്സിൽ കാൽക്കേറിയ, ഹെപ്പാർ, ഫോസ്ഫറസ്, ദെൻ സ്റ്റാനം. പിന്നെ 1 മാർക്കിനുണ്ട്. ടോട്ടൽ 22 മെഡിസിൻ ആണ് നമ്മളുടെ റെപ്പർട്ടറി പറഞ്ഞിരിക്കുന്നത്. ക്രോണിക് കണ്ടീഷന് മെഡോറിനം ആണ് കൊടുത്തത്. അപ്പൊ വീണ്ടും സെക്കൻഡ് വിസിറ്റിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ മെഡോറിനത്തിലേക്ക് പോയി. ക്രോണിക്സിറ്റി ഇല്ല എങ്കിൽ പോലും ഒരു സബ് അക്യൂട്ട് കണ്ടീഷൻ ആയിരുന്നല്ലോ. അപ്പൊ അത് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഇപ്പം ചില കേസിലൊക്കെ പെട്ടെന്ന് നമുക്ക് സിംറ്റംസ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു അലർജിക് അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ അലർജിക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ ഡോക്ടറുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, തൂജ, കോസ്റ്റിക്കം, കാലിബൈക്ക്. അപ്പൊ കാലിബൈക്ക് ഓഫ് കോഴ്സ് ഈ ബ്രോങ്കിയറ്റാസിസിന് 3 മാർക്ക് സിംറ്റം ആയിട്ട് മെഡിസിൻ അവിടെ ഉണ്ട് താനും. തന്നെയല്ല അദ്ദേഹം എത്രയോ പേഷ്യൻസിന് കൊടുത്ത കേസുകളല്ലേ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കോസ്റ്റിക്കം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മിഡ് ലൈൻ ഡീവിയേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ ആ മെഡിസിൻസ് മാത്രം അങ്ങനെ, പിന്നെ എൻ്റെ ഒരു മെത്തേഡിലാണ് ഞാൻ കൊടുക്കാറ്. അതായത് ഞാൻ തൂജ 1, കോസ്റ്റിക്കം 1, കാലിബൈക്ക് 1 അങ്ങനെ 3ഉം കൂടി 5 ml പിൽസില് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറ് തൂജ രാവിലെ 2 പ്രാവശ്യം, അതായത് ഫുഡിന് 1 മണിക്കൂർ മുമ്പും 1 മണിക്കൂറിന് ശേഷവും, ദെൻ കോസ്റ്റിക്കം ഉച്ചയ്ക്ക് ഫുഡിന് 1 മണിക്കൂർ മുമ്പും 1 മണിക്കൂറിന് ശേഷം, കാലിബൈക്ക് അതുപോലെ തന്നെ അത്താഴം രാത്രിയിൽ അങ്ങനെ കഴിക്കാൻ പറയാം. എങ്ങനെയായാലും ആ മെഡോറിനം 1 ആ ലേഡിക്ക് ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ അത് ക്രോണിക് കണ്ടീഷനും ബ്രോങ്കിയറ്റാസിസിന് സിംഗിൾ മെഡിസിൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് വീണ്ടും അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വന്നപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി, ഇച്ചിരി വണ്ണമുള്ള പെൺകൊച്ചാണ്, 40 വയസ്സുണ്ട്, വണ്ണമുണ്ട്, ബാക്കി സിംറ്റംസ് എല്ലാം ചോദിച്ചു. അപ്പോഴത്തേക്കും കുറേയേറെ സിംറ്റംസ് കുറഞ്ഞു തന്നെ വരുന്നു. ഇൻഹേലർ എടുക്കേണ്ടി വന്നില്ല,
ആ ഒരു സ്റ്റേജിലോട്ട് വന്നു. കാരണം നമ്മൾ ആദ്യം തൂജ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡോർണം കൊടുത്തു, അതിന്റെയൊക്കെ മയാസംസ് നമുക്കറിയാം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ഇപ്പൊ ആ കുട്ടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നെക്സ്റ്റ് വിസിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നും കൂടി കേസ് എടുത്തു. ഒരുപാട് സിംറ്റംസ് അതിന് കുറവുണ്ട്, ആശ്വാസമുണ്ട്, ചുമയില്ല, ക്രൂപ്പില്ല, അതായത് കാലിബൈക്കൊക്കെ ചെന്നല്ലോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നല്ല വണ്ണമുള്ള ഒരു ഫാമിലി മൊത്തം, ആ ചിക്കൻ ബോക്സ് വന്ന ആ പയ്യനാണെങ്കിലും നല്ല വണ്ണം, അതിന്റെ അച്ഛന് വണ്ണം, ഈ എന്റെ പേഷ്യന്റിന് വണ്ണം, അതിന്റെ മോൾക്ക് വണ്ണം, എല്ലാവർക്കും വണ്ണം. നോക്കിയപ്പോഴാണ് എനിക്ക് കാൽക്കേറിയ ബ്രോങ്കൈറ്റിസിന് 2 മാർക്സ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാൽക്കേറിയെക്കാട്ടിൽ കൂടുതൽ ഞാൻ ഒന്നും കൂടി എനിക്ക് നോക്കിയപ്പം ഒരു എക്സേർഷൻ ഉണ്ട്, പാൽപിറ്റേഷൻ ഉണ്ട്, സ്റ്റെപ്പ് കയറാകുമ്പോൾ അതൊരു രണ്ടിടത്ത്, അതായത് കോട്ടയത്ത് തന്നെ ഏറ്റുമാനൂരും പാലായിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കുട്ടിയാണ്. അപ്സ്റ്റെയറിലാണ് പോകേണ്ടത്. അപ്പൊ കയറുമ്പോഴുള്ള ഒരു എക്സേർഷൻ നമുക്ക്, അങ്ങനെ ഞാൻ കാൽക്കേറിയ ആഴ്സിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നല്ല ഒരു റിസൾട്ടാണ് വന്നത്. കാരണം കാൽക്കേറിയ നമ്മൾ 2 മാർക്സ് ബ്രോങ്കൈറ്റിസിനുണ്ട് താനും. അങ്ങനെ കാൽക്കേറിയ ആഴ്സ് 4ാമത്തെ വിസിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് കാൽക്കേറിയ ആഴ്സിലോട്ട് ചെന്നെത്താൻ പറ്റി. പിന്നെ പ്ലസ് അതിന്റെ കൂടെ ചില സിംറ്റംസ് അനുസരിച്ച് ഞാൻ എന്തെങ്കിലും കാൽക്കേറിയ ആഴ്സ് മാത്രമല്ല ഞാൻ ഒരിക്കലും കൊടുക്കാറ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കഫം കൂടുതലുണ്ടെങ്കിലോ ഒക്കെ എർഡിയോഡിക്ടോനോ ഒക്കെ ഒന്ന് കൊടുക്കാറുണ്ട്, ടിഞ്ചർ. അപ്പൊ അത് അങ്ങനെ 2, 3, 4, 5 വിസിറ്റ് ആയപ്പോഴത്തേക്കും ഒരു ദിവസം എന്നോട്, അപ്പൊ ആ കുട്ടിക്ക് പിന്നെ എനിക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ എന്തെങ്കിലും കേസ് റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ലക്ഷണം അനുസരിച്ച് ചിലപ്പോൾ മാറിപ്പോയാലും കാൽക്കേറിയ ആഴ്സ് ആണ് അതിന്റെ കറക്റ്റ് മെഡിസിൻ. ഇപ്പൊ ഇന്നും വന്നിരുന്നു ആ കുട്ടി, ജസ്റ്റ് വന്ന് പോയതേ ഉള്ളൂ. ഞാൻ വീണ്ടും കാൽക്കേറിയ ആഴ്സ് 200 കൊടുത്തിട്ടുണ്ട്. അതായത് വേറെ എന്ത് മെഡിസിൻ കൊടുത്താലും ഒരു റിലീഫ് ഉണ്ടെങ്കിലും കാൽക്കേറിയ ആഴ്സ് കൊടുക്കുമ്പോഴാണ് അതിന് ഇപ്പൊ നല്ല ഒരു റിലീഫാണ്. ഇൻഹേലർ അതായത് ആദ്യത്തെ ഒരു ഫസ്റ്റ് വിസിറ്റിന് ശേഷം 2025 മാർച്ചിൽ വന്നതാണ്. അതിനുശേഷം ഇന്ന് വരെ ഉള്ളതിൽ ഒരൊറ്റ പ്രാവശ്യമേ ഈ പെൺകുട്ടിക്ക് ഇൻഹേലർ എടുക്കേണ്ടി വന്നുള്ളൂ. അതൊരു നല്ല ഒരു കേസായിട്ട് എനിക്ക് തോന്നി. അപ്പം പറഞ്ഞു വന്നത് അതല്ല. അങ്ങനെ ഒരു ദിവസം വന്നു, മാർച്ചിൽ വന്ന് മെയ്യിലായപ്പോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് എന്നോട്, അപ്പൊ മോൾക്ക് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മോളുടേത് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഇങ്ങനെ എടുത്തു പറയാനുള്ള സാധാരണ തുമ്മല അങ്ങനെയെങ്കിൽ, അപ്പൊ അത് എന്തെങ്കിലും മാലിയം സിപ്പയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത്, അപ്പൊ ഞാൻ എല്ലാ അലർജി കേസിനും AEC, IgE, ESR, CRP എല്ലാം CBC നോക്കിക്കാറുണ്ട്. അപ്പൊ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് പോകേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൊക്കെ പോകും. അപ്പൊ മോളുടെ കേസിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. അതാണ് ഞാനത് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ മാർച്ച് കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ, മെയ് ആയപ്പോൾ എന്നോടിങ്ങനെ ഒരു ദിവസം മെഡിസിൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്നോടിങ്ങനെ ഇങ്ങനെ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ട്, ഡോക്ടറെ അമ്മയ്ക്ക് അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്, കാർഡിയാക് കംപ്ലൈന്റ് ഉണ്ട്, ലെഗ് ഷോൾഡർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും മരുന്ന് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര, അപ്പൊ ഈ അസുഖങ്ങളൊക്കെ പറഞ്ഞു, കാർഡിയാക് കംപ്ലൈന്റ് ഉണ്ട്, ഹാർട്ടിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ അത് സിലിണ്ടർ വാങ്ങിച്ചു വെച്ചിരിക്കുക വീട്ടില്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഭയങ്കര കുളിരാ, എപ്പോഴും കുളിരാ. അത് പറഞ്ഞത് ഇങ്ങനെയാ, ഭയങ്കര പുറകുവശം പോസ്റ്റീരിയർ പാർട്ടിലാണ് കുളിരുള്ളത്. ഭയങ്കര കുളിരെന്ന് വെച്ചാല് 2 പുതപ്പും ബ്ലാങ്കറ്റും ഒക്കെ ഇട്ട് പുതച്ചാണ് കിടക്കുന്നത്. പിന്നെ സ്കാപ്പുലാർ റീജിയനിലും അപ്പർ എക്സ്ട്രിമിറ്റീസ്, ആ പോസ്റ്റീരിയർ പാർട്ടിൽ അവിടെയാണ് കുളിരുള്ളതെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മരുന്ന് ഞാൻ പറഞ്ഞു പിന്നെന്താ തരാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും അത്രയും ഇത് പറഞ്ഞല്ലേ സോറിനും ഞാൻ കൊടുത്തു അപ്പൊ തന്നെ. എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യമുണ്ട്, നമ്മളോട് അത്രയും അടുത്ത് നിൽക്കുകയും വിശ്വസിച്ചിരിക്കുകയും ചെയ്യുന്ന പേഷ്യൻസിന്റെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവം, കറക്റ്റ് നമുക്ക് മെഡിസിൻസ് കിട്ടും. അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണല്ലോ. നമുക്കും അത് പെട്ടെന്ന് തന്നെ ക്ലിക്കായി ആ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയിലായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ സോറിനും വണ്ണം തന്നെ ഞാൻ കൊടുത്തു. ആ അമ്മയ്ക്ക് 72 വയസ്സുണ്ട്. ഞാൻ ഹയർ പൊട്ടൻസി ഒന്നും കൊടുക്കാൻ ഒട്ടും മടിക്കുന്ന കൂട്ടത്തിലല്ല. വണ്ണം ഒരു ഡോസ് ആദ്യം കൊടുത്തിട്ട് ഞാൻ
പറഞ്ഞത്. അപ്പം ലക്ഷണമൊക്കെ ചോദിച്ചപ്പം പ്രധാനമായിട്ട് അപ്പം നെക്സോമിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതിച്ചൊക്കെ തന്നെ ഇരിക്കുന്ന അരേനിയയും കൊടുത്തു. അരേനിയയും പൈറജനും ഞാൻ കൊടുത്തു. 3 മെഡിസിൻ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് 3ഉം പിന്നെ ഇടവിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. അന്ന് ഞാൻ 5 ml അല്ല 3 ml കൊടുത്തുള്ളൂ. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി 2 ദിവസത്തേക്ക് കണക്കാക്കി 3 മെഡിസിൻ ഞാൻ കൊടുത്തു. എല്ലാം 200 പൊട്ടൻസിയാണ് കൊടുത്തത്. സോറിനും ഞാൻ വണ്ണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, രാത്രിയിലാണ് വന്നത്. ആ കുട്ടി ഞാൻ പറഞ്ഞില്ല, അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ വരാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി തന്നെ സോറിനും വണ്ണം കൊടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഈ 3 മെഡിസിനും 1, 2, 3 മണിക്കൂർ ഡിപ്പെൻസ് അക്യൂട്ട്നെസ് ആ അസുഖത്തിന്റെ അല്ലെങ്കിൽ ആ പനിയുടെ കുളിരിന്റെ അസുഖത്തിന്റെ അനുസരിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. വിവരം കേസൊക്കെ എടുത്തിട്ട് തന്നെ. പക്ഷെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിച്ചത് ആ കുളിരിനെ കുറിച്ചാണ് ഞാൻ ശ്രദ്ധിച്ചത്. സോറിനും വണ്ണം കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 5/5 വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് അടുത്ത ദിവസം തന്നെ രാത്രിയിൽ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഒരു പിന്നെ അമ്മയ്ക്ക് ആ മെഡിസിൻ കഴിച്ചിട്ട് പകലത്തെ മെഡിസിനൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, അമ്മ പുതപ്പ് മാറ്റി എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു മെഡിസിന്റെ ആക്ഷനും കൂടിയാണല്ലോ. പിന്നെ ക്ഷീണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അവിനാസറ്റീവ ടീഞ്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ അവർക്ക് വന്നേരം വലിയൊരു ആശ്വാസമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴാ ഒരു ദിവസം എന്നോട്, ഒരു ദിവസമല്ല 1-2 പ്രാവശ്യത്തെ ആ അക്യൂട്ട്നെസ് എല്ലാം മാറിക്കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ്, അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചോണ്ടാ പറഞ്ഞു, ചെവിയുടെ പുറകില് ഇങ്ങനെ കാണിച്ചോണ്ട് ഇവിടെ ഒരു ട്യൂമർ പോലെയുണ്ട് ബ്രെയിനില് എന്നിങ്ങനെ പറഞ്ഞു, തലച്ചോറ്. അപ്പൊ ആ കുട്ടിക്ക് പറയാനറിയാം, അപ്പൊ റിപ്പോർട്ടൊന്നും കൊണ്ടുവന്നുമില്ല. അപ്പം അങ്ങനെയും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ആ കുട്ടി എന്നോട് പറഞ്ഞത്, അവരെന്നോട് പറഞ്ഞത് അത് അക്വസ്റ്റിക് ട്യൂമർ ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെ. പിന്നെയാണ് എനിക്കത് മനസ്സിലായി, അക്വസ്റ്റിക് ന്യൂറോമ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ഷോമ എന്ന് പറയുമല്ലോ. പക്ഷെ എങ്കിലും ഞാൻ സോറിനം മാറ്റിയില്ല. സോറിനം വണ്ണം വീണ്ടും, അത് ഞാൻ നേരത്തെയും പല പ്രാവശ്യം പറയാറുള്ളതാണ്. ഓരോ വിസിറ്റ് കഴിയുന്തോറും അല്ലെ ഓരോ വിസിറ്റ് വരുമ്പോഴും ഞാൻ ഈ ഹയർ പൊട്ടൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർകറന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ തൂജ ഞാൻ കൊടുക്കുമ്പോൾ ഓരോ കൺസൾട്ടേഷനും ഞാൻ തൂജ വണ്ണം 1 ഡോസ് കൊടുക്കും. ഇപ്പൊ ഈ പിന്നെ ബ്രോങ്കിയസ്റ്റാസിസ് കേസിലും ഞാൻ ആദ്യം തൂജ വണ്ണമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വിസിറ്റിൽ വന്നപ്പോൾ ഞാൻ മെഡോർണം വണ്ണം കൊടുത്തു. അങ്ങനെ ഓരോ ഇന്റർകറന്റ് ആയിട്ട് ഇങ്ങനെ ഹയർ പൊട്ടൻസി ഓരോ SM കൊടുക്കാറുണ്ട്. അപ്പൊ സെക്കൻഡ് തേർഡ് വിസിറ്റിലൊക്കെ ആയപ്പോഴും ഈ അമ്മയ്ക്ക് ഞാൻ സോറിനം വണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അങ്ങനെയും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ യാദൃശ്യം ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പം കേസുകൾ റെഫർ ചെയ്യാറുണ്ട്. മീൻസ് റെപ്പർട്ടറിയിലൊന്ന് നോക്കും. റെപ്പർട്ടറിയിലൊന്ന് നോക്കിയപ്പോ എനിക്ക് ഞാൻ അക്വസ്റ്റിക് ന്യൂറോമ എന്നുള്ള രീതിയിലല്ല ഞാൻ നോക്കിയത്, വെറുതെ ഞാനിങ്ങനെ. അപ്പം ആദ്യം എനിക്ക് കിട്ടിയത് ഈ കുട്ടി പറഞ്ഞത് എന്താ ഇങ്ങനെ ബ്രെയിനിൽ ഇവിടെ ഒരു ഗ്രോത്ത് പോലെ ഉണ്ട് എന്നങ്ങനെ പറഞ്ഞപ്പോ ആ രീതിയിലാണ് ഞാൻ നോക്കിയത്. ഹെഡില് ട്യൂമർ എടുത്തു. ട്യൂമർ എടുത്തിട്ട് ഞാൻ ഒന്ന് നോക്കിയപ്പം, ഒരു മിനിറ്റ്, റഡാറാണേ. അവൻ നമ്മുടെ ആ ഒരു ഇതിന്റെ കൂടെ ആയിരിക്കും സ്വെല്ലിങ്സ് ട്യൂമറസ് എന്നുള്ളതിനകത്ത് ഒറ്റ മെഡിസിനേ ഉള്ളൂ സോറിനം. ഞാൻ നോക്കിയത് അത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ വെറുതെ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കി, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിയപ്പോ ആദ്യം കിടക്കുന്നത് ട്യൂമേഴ്സ്, ഹെഡ് ട്യൂമേഴ്സ് പെർഫറേറ്റിംഗ് ദ സ്കൾ ലാക്കസിസ് ആണ് കിടക്കുന്നത്. രണ്ടാമത്തതാണ് സ്വെല്ലിങ്സ് ട്യൂമറസ് സോറിനം. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ ഞാനിതിനെ മെഡിസിൻ മാറ്റുന്നത് കാരണം നമ്മള് ആ ഒരു കേസ് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ ആ കേസ് ടേക്കിങ് പതോളജിയിലേക്കും എത്തുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു മെഡിസിനിലോട്ട് എത്താൻ പറ്റിയെന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ അത് ട്യൂമേഴ്സ്, സ്വെല്ലിങ്സ്, ട്യൂമറസ് എന്നുള്ളതിൽ സോറിനം മാത്രമേ കിടക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പക്ഷെ അക്വസ്റ്റിക് ന്യൂറോമ അല്ലെങ്കിൽ അക്വസ്റ്റിക് ഷവോമ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇയറിലോട്ട് പോയി. അതിനകത്ത് ഇന്നർ ഇയറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ ഒളിയാണ്ടർ മാത്രമേ മെഡിസിൻ ഉള്ളെങ്കിൽ പോലും ഈ അമ്മയുടെ ബാക്കിയുള്ള സിംറ്റംസ്, അതായത് പ്രോമിനന്റ് ആയിട്ടുള്ള ആ പെക്യൂലിയർ ആയിട്ടുള്ള സിംറ്റം ആ കുളിര് തന്നെ ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ സോറിനം മാറ്റാതിരുന്നത്. അപ്പോ ഈ മെയിൽ നമ്മളുടെ ചികിത്സ തുടങ്ങി ഈ മാസം വരെ ആ അമ്മയ്ക്ക് പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ വെക്കേണ്ടി വന്നില്ല. മറ്റേത് എല്ലാ മാസവും എന്നുള്ള രീതിയിൽ ആ അമ്മയും കൊണ്ട് ലേക്ഷോറിൽ പോകേണ്ടി വരുമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം സോറിനം ഒന്നും മാത്രമല്ല. അപ്പൊ ഓക്സിജന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളുടെ
ആസ്പിഡോസ്പെർമ ടിഞ്ചർ. അപ്പൊ ഒരു 15 തുള്ളി വീതം 3 നേരം കൊടുക്കണം എന്ന് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും അവർക്ക് തന്നെ അറിയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഡെയിലി TDS കഴിക്കുന്നത് കൂടാതെ തന്നെ എന്തെങ്കിലും ആ സാച്ചുറേഷനിൽ വ്യത്യാസം കാണുകയാണെങ്കിൽ അപ്പോഴും പിന്നെയും ഉടനെ തന്നെ ആസ്പിഡോസ്പെർമ കഴിക്കണം എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ എന്താ പറയാ, എന്നിട്ട് ഈ അമ്മയുടെ മകൻ ഗൾഫിൽ ഫോറിൻ കൺട്രീസ് ഏതാണെന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല, അവിടെ 3 മാസം നമ്മളുടെ മെഡിസിൻ എല്ലാം കൊണ്ട് പോവുകയും ചെയ്തു. അതിന്റെ ഇടയ്ക്ക് അവർക്ക് അപ്പൊ എല്ലാ മെഡിസിനും ഞാൻ കൊടുത്തു വിട്ടു. സ്വർണ്ണമണ്ണം കൂടുതൽ കുളിര് വരികയാണെങ്കിൽ സ്വർണ്ണമണ്ണം കഴിക്കണം എന്നും പറഞ്ഞ് അതൊരു 6 BT കൊടുത്തു വിട്ടു. ആസ്പിഡോസ്പെർമ ടിഞ്ചർ ഒരു ounce കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഡിജിറ്റാലിസ് 13 കൊടുത്തു. കാരണം കാർഡിയാക് ട്രബിൾ ഉണ്ട്. പിന്നെ പൊതുവേ നമുക്കറിയാവുന്ന കാർഡിയാക് ട്രബിൾ ഉണ്ട്, ഒരു നീരും അങ്ങനെ ഉണ്ടെങ്കിലും ഡിജിറ്റാലിസ് വളരെ നല്ല ആക്ഷനാണ്. ഡിജിറ്റാലിസ് 30 ആണ് ഞാനത് കൊടുത്തു വിട്ട്. നീരോ വല്ലതും തോന്നുകയാണെങ്കിൽ കൊടുക്കണം. അങ്ങനെ 3 മാസം അവിടെ മകന്റെ കൂടെ പോയി താമസിച്ചെങ്കിൽ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആള് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊ ഈ അമ്മയ്ക്കും കാൽക്കരി ആൾസ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വന്നു, അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ പോയി വലിയ പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം വരും. അപ്പൊ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ മെഡിസിൻ കഴിക്കാം. അപ്പൊ ഈ 3 മാസം, അതായത് 7ാം മാസമാണ് മോന്റെ അടുത്ത് പോയത്. അന്ന് മെഡിസിൻ ഒക്കെ 3 മാസത്തേക്ക് കൊടുത്തെങ്കിലും 3 മാസമല്ല, 3 മാസത്തിൽ കൂടുതൽ മരുന്ന് നിന്നതുകൊണ്ട് പിന്നെ അധികം മരുന്ന് 7ാം മാസം പോയി. പിന്നെ 28/10 എന്റെ കയ്യിൽ നിന്ന് വീണ്ടും വന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം തന്നെ, അതായത് സ്വർണ്ണമണ്ണം പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു, ആസ്പിഡോസ്പെർമ ടിഞ്ചർ, പിന്നെ കാൽക്കരി ആൾസ്, ഇതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽക്കരി ആൾസ് 200 ആണ്. അപ്പം ഞാനതാ പറഞ്ഞു, നമുക്ക് ഒരു ഫാമിലിയിലുള്ളവരെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സിക്കാൻ കിട്ടുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ആ ഒരു സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു കേസ് ടേക്കിംഗ് അനുസരിച്ച് ഫാമിലി ഹിസ്റ്ററി നമ്മൾ ചോദിക്കുമല്ലോ. ചോദിക്കുമ്പം ശരിക്കും അത് നമുക്ക് വളരെ പ്രയോജനം. നമുക്ക് ഒരു മെഡിസിൻ തന്നെ ചിലപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും എല്ലാം തന്നെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പൊ ഈ അമ്മയ്ക്ക് ഞാൻ കാൽക്കരി ആൾസ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു ആ ബ്രോങ്കിയോസ്റ്റാക്സിസ് ആണല്ലോ ഈ അമ്മയുടെ മോൾക്ക്, അവർക്കും ഞാൻ കാൽക്കരി ആൾസ് കൊടുത്തു. അപ്പൊ ഈ അമ്മയ്ക്കും കാൽക്കരി ആൾസിലോട്ട് ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് വണ്ണമുള്ള ആളുകളാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഇത്രയും നാള് മെയ് മാസം തൊട്ട് ഈ ഒരു നവംബർ 6-11 അതെ അതുവരെ നവംബറിൽ വരെ ഒരു കുഴപ്പവും ഇല്ല. നമ്മളുടെ മെഡിസിൻ പിന്നെ യൂഷ്വലി അലോപ്പതി മെഡിസിൻ എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ റിവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ ആ ബ്രെയിനിന്റെ ഗ്രോത്തിന്റെ മെഡിസിൻ എന്തോ കൊടുക്കുന്നുണ്ടായിരുന്നു, അതങ്ങ് നിർത്തിയേരെന്ന് പറഞ്ഞു, അത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അത്രയും സന്തോഷം. എന്നാൽ ഡിജിറ്റാലിസ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഹാർട്ടിന്റെ അല്ലെങ്കിൽ കാർഡിയാക് ഹാർട്ട് റിലേറ്റഡ് മെഡിസിൻസും കൂടി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നതല്ല, അത്രയും വിശ്വാസമായിട്ട് അവർക്ക് അങ്ങൊരു നമ്മളെക്കാട്ടിലും വിശ്വാസമായി. അതുകൊണ്ട് എന്തു പറ്റി, ഇപ്രാവശ്യം ഇതിപ്പോ ഡിസംബർ ആണല്ലോ, കഴിഞ്ഞ മാസം ഇതുപോലൊരു പനി വന്നിട്ട് ഈ മോൾക്ക് അത്ര ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുകയല്ലേ, അപ്പൊ അതിനത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാലും ചോദിക്കുന്നുണ്ട് അമ്മയെ മരുന്ന് പോട്ടെ മാറും എന്ന് പറഞ്ഞ് അങ്ങനെ. പക്ഷെ ഒന്ന് കൊണ്ടുപോകേണ്ടി വന്നു. 7-8 മാസത്തിനുള്ളിൽ ഇപ്പോഴാണൊന്ന് കൊണ്ടുപോയത് ലേഷോറിൽ. കഴിഞ്ഞ മാസം 26-11 വന്ന് മരുന്ന് വാങ്ങിച്ചെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒന്ന് കൊണ്ടുപോകേണ്ടി വന്നു. അതും പക്ഷെ 2 ആഴ്ചയൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു കേസുകൾ ഇപ്രാവശ്യം 6 ദിവസം കൊണ്ട് വന്നു. പക്ഷെ 6 ദിവസം ലേഷോറിൽ 1.5 ലക്ഷം രൂപയായി. അങ്ങനെ ഒരു അത് വിശ്വാസം കൂടിപ്പോയിട്ട് മരുന്ന് കഴിക്കാതായതാണെന്നാണ് എൻ്റെ ഒരു ബലമായ ഇത്. എന്തായാലും വീണ്ടും അവിടുന്ന് വന്നു. വീണ്ടും നമ്മളുടെ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ തീരെ കുറഞ്ഞിരുന്നു. വീണ്ടും ആസ്പിഡോസ്പെർമ ടിഞ്ചർ ഞാൻ കൊടുത്തു. അതിനുശേഷം വീട്ടിൽ വന്ന് 28/11 കൊടുത്തു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഓക്സിജൻ 91, 92, 93, മറ്റേത് 58 വരെ ആയിപ്പോയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വീണ്ടും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് തൂജ, ആ സിംറ്റംസ് അനുസരിച്ച് തൂജ 200 ആന്റിമാൾസ് 200 കൂടിയാണ് ഇപ്പൊ കൊടുത്തു വിട്ടിരിക്കുന്നത്.
അതിങ്ങനെ പറയാനുള്ളൊരു കാരണം, ഈ സ്വർണം നമ്മൾ ആ സിംറ്റംസ് അനുസരിച്ചാണ് എടുത്തതെങ്കിലും അത് ആ പതോളജിയിൽ, അതായത് ആ പേഷ്യന്റിന്റെ പതോളജിയിലോട്ട് ലീഡ് ചെയ്തു എന്നുള്ള ഒരു ഒരു സന്തോഷം. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്ത്, നമ്മൾ നല്ലതുപോലെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പതോളജിയിലോട്ട് എത്തുമെന്നുള്ളൊരു സന്തോഷം പറയാനായിട്ടാണ് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കേസും ഉണ്ട്. പക്ഷെ ഒരു നിരാശയായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കാരണം ആ പേഷ്യന്റ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തില്ല. അത് ആ കേസോട് ഞാനൊന്ന് പറയാം. കാരണം അത് 52 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ വൈഫിന്റെ വീടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാല്, അപ്പൊ അതിന്റെ വൈഫാണ് എൻ്റെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. പണ്ടേ തന്നെ നമ്മളുടെ പേഷ്യൻസ് ആയിരുന്നു, ദേവഡോക്ടറുടെ അച്ഛൻ്റെ ഒക്കെ പേഷ്യൻസ് ആയിരുന്നു. അപ്പൊ ആ വൈഫ് വന്ന് നമ്മളുടെ അടുത്ത് മരുന്ന് വാങ്ങിച്ച്, അപ്പൊ ആ മോൾക്ക് വന്ന് ഡിസ്മെനോറിയക്കൊക്കെ മരുന്ന് വാങ്ങിച്ച്, അത് ഓഫ് കോഴ്സ് കോളോഫൈലം അല്ലെങ്കിൽ കൊളോസെന്ത അങ്ങനെ മാക്രോസ് അത് ഏതെങ്കിലും ഒക്കെ കൊടുത്ത് അതിൽ കുറവുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞ് ALS ആണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയാ, കേസ് ഞാൻ എടുത്തതേ ഉള്ളൂ. ആ പതോളജി ALS എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആ കേസ് എങ്ങനെ എടുത്തെല്ലാം വന്നു കഴിഞ്ഞപ്പോ എനിക്ക്, കാരണം ആ പേഷ്യന്റിന് ഇത് ഭയങ്കര മരാസ്മസ് ഉണ്ട്, എണീറ്റ് നിൽക്കുന്നില്ല, കിടന്നെന്നുള്ള രീതിയിലാണ്, പിന്നെ സംസാരിക്കത്തില്ല, അങ്ങനെ ഒരു ഇതിലാ പറഞ്ഞത്. അപ്പൊ ഞാൻ സിംറ്റംസ് എല്ലാം എടുത്ത് ആ ഒരു ഇതൊന്നുമില്ല, സെൻസേഷൻ ഒക്കെ ഉണ്ടെന്നല്ല ഞാനൊന്ന് പോയി കാണുകയും ചെയ്തു. അപ്പൊ അതെല്ലാം അങ്ങനെ എടുത്ത് ഞാൻ പ്ലംബമെറ്റാണ് കൊടുത്തത്. പ്ലംബമെറ്റ് മാത്രമല്ല ഞാൻ കൊടുത്തത്, 30 ആണ് കൊടുത്തത്. പ്ലംബമെറ്റ് മാത്രമല്ല കൊടുത്തത്, അതിന്റെ കൂടെ അവിനാസെറ്റീവ. പൊതുവേ നമുക്കറിയാലോ, ഒരു വീക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു അവിനാസെറ്റീവയുടെ ആ ബ്രെയിനിലെ ആക്ഷനും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് കൊടുത്ത് പ്ലംബമെറ്റ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ യാദൃശ്യം ഇതുപോലെ ALS എന്താണെന്ന് ഞാനൊന്ന് റെഫർ ചെയ്തു. ALS റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നുള്ളതാണ്. അതായത് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ആ ഒരു ഡിസീസിന്റെ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് സംസാരിക്കാൻ അവസാനമാണ്. കാരണം നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്ത് നോക്കുമ്പോൾ, ഗൂഗിളിൽ റെഫർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, കാലിലൊരു മരവിപ്പ്, പിന്നെ കയ്യിലൊരു മരവിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഒരു എന്താ പറഞ്ഞ സ്ലോ ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം, പ്രോഗ്രസ് സ്ലോലി അല്ലെ ഗ്രാജുവൽ പ്രോഗ്രസിങ് ഡെത്ത് എന്ന് വേണമെങ്കിൽ, അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ സങ്കടമാണെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഞാൻ ഇതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ എനിക്ക് എന്നിട്ടും അത് വേറെ ഒന്നും മെഡിസിൻ ഒന്നും തോന്നില്ല. ഞാൻ പ്ലംബമെറ്റിൽ തന്നെ ഇരുന്നിട്ട് പ്ലംബമെറ്റ് ഒരു ദിവസം ഇങ്ങനെ റെഡാറിലെ പ്ലംബമെറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴാണ്, അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ആർട്ടീരിയസ് സ്ക്ലീറോസിസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അതിന്റെ എല്ലാ ഇതും, ഷോയിങ് ഡൗൺ ഓഫ് ഫങ്ഷൻസ് ലൈക്ക് ഇൻ ആർട്ടീരിയസ് സ്ക്ലീറോട്ടിക് ഡിറ്റീരിയറേഷൻ, സ്ലോനെസ് ഇൻ പെർസെപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ഫങ്ഷൻസ്. അതാണല്ലോ നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് നോക്കുമ്പോൾ അറിയാം. അതായത് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഈ പ്ലംബമെറ്റിൽ വായിക്കുമ്പോൾ അറിയാമല്ലോ, സ്ലോനെസ് ഇൻ പെർസെപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ഫങ്ഷൻസ്, മെമ്മറി പുവർ. പക്ഷെ ഇയാൾക്ക് മെമ്മറി ഭയങ്കര ഇതാണ്. പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അതൊക്കെ സ്ലോലി ഒരു 3-4 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. മെമ്മറി പുവർ, എസ്പെഷ്യലി ഫോർ വേർഡ്സ്, സ്ട്രഗിൾ ടു ഫൈൻഡ് ദ റൈറ്റ് വേർഡ്, ദെൻ അപ്പതി, നോ എൻജോയ്മെന്റ് ഇൻ ഓർഡിനറി തിങ്സ്. അത് കഴിഞ്ഞിങ്ങനെ താഴോട്ട് ഞാൻ ഇങ്ങനെ വായിച്ച് വന്നപ്പോഴാണ് എനിക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. കാരണം ജനറാലിറ്റീസിൽ കൊടുത്തിരിക്കുന്നതാണ് ആർട്ടീരിയോസ്ക്ലീറോസിസ്, ദെൻ സ്ലോയിങ് ഡൗൺ ഓൾ ഫങ്ഷൻസ്. അതാണല്ലോ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. സ്ലോ ഡെവലപ്മെന്റ് ഓഫ് സിംറ്റംസ്, യെസ്, എയിൽമെന്റ്സ് ആഫ്റ്റർ സ്ട്രോക്സ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കഴിഞ്ഞിട്ട് പാർക്കിൻസോണിസം, ALS എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, MS, CVA. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുന്ന, സത്യം പറഞ്ഞാൽ നമുക്കൊരു കണ്ണ് നിറഞ്ഞു പോയി അത് കണ്ടിട്ട്. പക്ഷെ അതൊരു നിരാശയായിട്ട് ഞാൻ പറയാൻ കാരണം, പിന്നെ തന്നെയുണ്ട് ഇനിയുണ്ട് പറയാൻ സിംറ്റംസ്. അട്രോഫി ഓഫ് അഫക്റ്റഡ് പാർട്സ്, എക്സാമ്പിൾ പാരലൈസ്ഡ് മസിൽസ്, cramps and pains, amelioration by rubbing, massage, paresis leading to paralysis, then weakness of muscles with trembling, spasms,
കൺട്രാക്ഷൻ ഓഫ് മസിൽസ്, ഡ്രോയിങ്, കോൺട്രാക്ടിങ് പെയിൻസ് നമുക്കതൊക്കെ അറിയാം. മറ്റേ പ്ലംബമെന്റിന്റെ കോളിക്ക് അറിയാം. ആ ഒരു സ്ട്രിങ്സ് വെച്ച് വയറ് പിന്നെ പിടിച്ച് വലിക്കുന്നത് പോലെയുള്ളത് അറിയാം. അബ്ഡമിനൽ കോളിക്കിന്റെ അറിയാം. പെയിൻ റിലീവ്ഡ് ബൈ സ്ട്രെച്ചിങ് എന്നുള്ളത് അറിയാം. പിന്നെ പെയിന്റേഴ്സ് കോളിക്ക് എന്നുള്ളത് അറിയാം. അതിന്റെ സ്റ്റൂളിന്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. അപ്പൊ ഞാന് 2-3 പ്രാവശ്യം അങ്ങനെ പോയി കാണുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടിയുടെ അവസ്ഥ അവര് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. അവര് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, വിളിച്ച് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഒരു മെയിൽ കെയർ ടേക്കർ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി. ഇപ്പം പിന്നെ നമ്മൾ പറയുന്നതെല്ലാം ഇയാൾക്ക് മനസ്സിലാകും. കാരണം ആ പ്രോഗ്രസ് ചെയ്ത് അവസാനത്തെ സ്റ്റേജിൽ നിന്ന് ഡിഫിക്കൽട്ടി ഇൻ സ്പീച്ച് ആൻഡ് സോളോയിങ് ആയിരുന്നു. പിന്നെ ആ ഒരു ശ്വസിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം ഇങ്ങയുടെ വൈഫ്, ആ പെൺകുട്ടി വായിൽ ഉരുട്ടി കുറേശ്ശെ വെച്ച് കൊടുക്കുമ്പോൾ അത് സോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇയാള് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഈ ALS എന്നുള്ളതിന്റെ കംപ്ലീറ്റ് സിംറ്റംസ് എല്ലാം ഇനി അടുത്ത സ്റ്റേജിൽ ഇനി എനിക്ക് എന്താണ് വരുന്നത്, അടുത്ത സ്റ്റേജിൽ എന്താണ് ഇദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ എന്നിട്ടും ഞാന് വിശദമായിട്ട് തന്നെ ഞാൻ വീട്ടിൽ ഹോം വിസിറ്റ് നടത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇയാളോട്, ഇതിങ്ങനെയല്ല, മെഡിസിൻ കഴിക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും, ഒന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇയാൾ കുറച്ചൊരു ആ ഫ്ലോറിന് ഇത്രയും കാലം ഉയർത്തുക വരെ ചെയ്ത്. അപ്പം വ്യത്യാസം ഉണ്ടെന്ന് തന്നെ അതിന്റെ വൈഫും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇയാളെന്താ വിചാരിക്കുന്നത് അടുത്തത് എനിക്ക് ഇനി എന്ന് വെച്ചാല് ഈ നമ്മുടെ മരുന്നിൽ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു ഇതിൽ എന്തോ ആണ്. ഭക്ഷണം അവസാനം ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു. ട്യൂബ് ഇടെന്ന് വെച്ചാൽ റൈസ് ട്യൂബ് അല്ല ഇട്ടത്, പെറ്റ് ട്യൂബ്. ഈ ഡയറക്റ്റ് നമ്മളുടെ ഒരു GT ട്യൂബ് ഉണ്ട്, ഗ്യാസ്ട്രിക് ട്യൂബ് ഉണ്ട് ഇപ്പം, അത് നമുക്ക് അറിയായിരിക്കും. അപ്പൊ നേരെ റൈസ് ട്യൂബ് ഇടുന്ന പോലെയല്ല, അതൊരു ചെറിയ സർജിക്കൽ പ്രൊസീജിയർ, ഇൻസെക്ഷൻ ഇട്ട് ആ ട്യൂബ് നേരെ സ്റ്റൊമക്കിലോട്ട് പോവുകയാണ്. അങ്ങനെ ഫീഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈ പെൺകുട്ടി പറഞ്ഞു, രാജേശ്വരി ഡോക്ടറുടെ മരുന്ന് കഴിക്കുകയല്ലേ, 1 മാസം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിചാരം എന്താ, ഇനിയിപ്പോ ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ്, പിന്നെ ആ ബ്രീതിങ്, പിന്നെ അങ്ങ് മരണം കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അയാൾ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യും ഈ പെൺകൊച്ചിന്റെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. പക്ഷെ അതൊരു സങ്കടമായിപ്പോയി എനിക്ക്. കാരണം അത്രയും ഒരു ഫ്ലോർ ഇതാണെങ്കിൽ ഇത്രയും കാല് പൊക്കി ഇയാൾ എന്നെ കാണിക്കുകയും ചെയ്തു. ഞാൻ ഒരു 2-ാമത്തെ 3-ാമത്തെ പ്രാവശ്യം ചെന്നപ്പോ. പക്ഷെ അത് പിന്നെ മരുന്ന് കൊടുക്കാൻ കാരണം റൈസ് ട്യൂബ് ആയിരുന്നെങ്കിലും പ്രശ്നമില്ലാതെന്ന് എനിക്ക് തോന്നുന്നു. വയറിലോട്ട് ഈ GT ട്യൂബ് ആയപ്പോഴത്തേക്കും ഈ മനുഷ്യനെ ഇരുത്തി ഒരു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്നില്ല. തന്നെയല്ല, ഇവര് എങ്ങനെയെങ്കിലും ഈ കെയർ ടേക്കറും ഈ പെൺകുട്ടിയും കൂടി എങ്ങനെയെങ്കിലും പിടിച്ച് ടോയ്ലറ്റിൽ കമ്മോഡ് ചെയർ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ടോയ്ലറ്റ് ഹാബിറ്റ്സും അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അങ്ങനെ ട്യൂബ് വന്നപ്പോഴത്തേക്കും പിന്നെ അതൊന്നും പറ്റാതെയായി. പിന്നെ അങ്ങനെ എന്താ പറയാ, ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല. എന്റെ മോൾക്ക് ഇടയ്ക്ക് അമ്മ വന്ന് ആ പെൺകുട്ടി വന്ന് മരുന്ന് വാങ്ങിക്കാറുണ്ട്, എന്തെങ്കിലും അക്യൂട്ട് കംപ്ലൈന്റ്. അപ്പൊ അതെനിക്കൊരു വലിയ നിരാശയായിപ്പോയി. കാരണം ഒരു പക്ഷേ നമ്മുടെ മെഡിസിൻ കൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയതിനെ കുറച്ച് റിസൾട്ട് കിട്ടുകയും ചെയ്തതാണല്ലോ. ഞാൻ പിന്നെ ഇത് പറയാനുള്ളൊരു കാരണം ഈ ALS എന്നുള്ള ഒരു അസുഖത്തിനെ കുറിച്ചും ആ നമ്മുടെ പ്ലംബമെന്റ് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് തൂജ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരണം ഒരു സംശയം ഇതിന്റെ വൈഫ് പറഞ്ഞു, ആ ഒരു കോവിഡ് വാക്സിനേഷന് ശേഷമാണോ ഇങ്ങനെ വന്നതെന്നൊരു സംശയം പറഞ്ഞത് കൂടിയാണ് ഞാൻ തൂജ വണ്ണം കൊടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലംബമെന്റ് ഞാൻ മാറ്റിയതേ ഇല്ല. കുറച്ച് ദിവസം 1-2 ദിവസം മീൻസ് 1-2 വിസിറ്റ് കഴിഞ്ഞല്ലോ, ഫസ്റ്റ് വിസിറ്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം ആ പ്ലംബമെന്റിന്റെ മെഡിക്ക ഈ റഡാറിൽ ഞാൻ കാണുകയും ചെയ്യുന്നത്. എനിവേ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള കേസുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമാകണമല്ലോ എന്നുള്ളൊരു കേസ്. അപ്പൊ അത് സക്സസ് ആയില്ല എങ്കിൽ പോലും കുറച്ച് റിസൾട്ട് കിട്ടിയല്ലോ. പിന്നെ എനിക്കത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനും പറ്റി എന്നുള്ളതാണ്. അതൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വേറൊരു കേസ് പറയാം. അതൊരു ഇൻഫെർട്ടിലിറ്റി കേസാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 70 ലക്ഷം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒരിതാണ് പറഞ്ഞത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് ലാസ്റ്റ് പറഞ്ഞതാണ്. ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു.
5 വർഷമായ കുട്ടികളില്ല. അത് ഈ പറഞ്ഞ പോലെ സാറിന്റെ ദേവൻ ഡോക്ടറുടെ പേഷ്യന്റ് ആയിരുന്നു കൊച്ചിലേക്ക്. അങ്ങനെ യാദൃശ്യ ഞാനും കൂടി ചെല്ലാൻ അങ്ങനെ വന്നു തുടങ്ങിയതാ. അപ്പം ഇതിന് പ്രധാനമായിട്ടും ഉള്ള ഒരു റെക്കറന്റ് ആയിട്ട് UTI വരും. റെക്കറന്റ് ആയിട്ട് UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലോപ്പതി ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അത് പല ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പം തിരക്കൊക്കെ കാരണം വെള്ളം കുടിക്കാതിരിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ക്യാനിലുള്ള വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു ഹാബിറ്റ് ആയിരുന്നു ഈ കുട്ടിക്ക്. റെക്കറന്റ് ആയിട്ട് UTI എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. പ്ലസ് ഇൻഫെർട്ടിലിറ്റി, അതായത് 5 വർഷം ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് അതുകൂടി കണക്കാക്കിയുള്ള മെഡിസിൻ. അപ്പൊ എന്റെ മനസ്സിൽ നമുക്കറിയാം. അപ്പൊ അപ്പോഴാണ് ഈ റിസൾട്ട് എല്ലാം നമ്മളെ കാണിച്ചത്. റിസൾട്ട് കാണിച്ചപ്പോൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയുകയും ചെയ്തു. എനിക്ക് സംശയം, ഞാൻ കുറെ പ്രാവശ്യം പൂജ്യമൊക്കെ എണ്ണി നോക്കി, ഇത് ഇനി 70,000 ആണോ 70 ലക്ഷം ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവസാനം ആ മോളോട് ചോദിക്കുന്നു, മോളെ ഇത് 70,000 ആണോ 70 ലക്ഷം ആണോ എന്നുള്ളത്. അല്ല മാഡം, അത് 70 ലക്ഷം ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ ചികിത്സിക്കാൻ തുടങ്ങി. തന്നെയല്ല, ഇതിപ്പം നേരത്തെ ഇപ്പൊ ആ ബ്രോങ്കിയോറ്റാസിസിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര വിശ്വാസമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് മാനേജ് ചെയ്യാനും പറ്റും. പേഷ്യൻസ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോ പിന്നെ ഒന്ന് നോക്കിയപ്പം പ്ലെന്റി ഓഫ് പസൽസ്, പ്ലെന്റി ആണ്, ന്യൂമറസ് ആണ്. ഒന്നും എഴുതാൻ പോലെയുള്ള ഇതില്ല, അത്രയ്ക്ക് പിന്നെ പസൽസ് ആണ്. വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്, പ്യുവർ വൈറ്റ്. അതെല്ലാം എടുത്തു ഞാൻ. സ്വെറ്റ് പ്രൊഫ്യൂസ് ആയിരുന്നു. പിന്നെ അതിനൊരു എക്സ്ട്രാ പൾമിനറി TB ഒഴിഞ്ഞിട്ടുണ്ട്. ആ 6 months അത് അലോപ്പതി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായി. പിന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ ഇന്റേണൽ എക്കോസ് ഉണ്ടായിരുന്നു യൂണറി ബ്ലാഡറിൽ. പിന്നെ ഒരു PCOS മോർഫോളജി ഉണ്ട്. പക്ഷെ പീരീഡ്സ് റെഗുലർ ആയിരുന്നു. അതെല്ലാം എടുത്ത് കോൺസ്റ്റിപ്പേഷന്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു ചിരിക്കത്തേ ഇല്ല. ഞാൻ എപ്പോഴും ഇവിടെ ഏട്ടനോട് പറയാറുണ്ട്, ഈ മോളെന്താ ചിരിക്കത്തേ ഇല്ലല്ലോ ഏട്ടാ, ഒരു ചിരിയുമില്ല, ഒരു സന്തോഷവും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു എപ്പോഴും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഉള്ളിൽ. അപ്പം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ആള് അത്യാവശ്യം മിടുക്കിയായിരുന്നു. അപ്പൊ അത് വിചാരിച്ച രീതിയിൽ ആ കുട്ടിക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടമുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇഗ്നേഷ്യ കൊടുത്തിട്ടുണ്ട്, സ്റ്റാഫിസാഗ്രിയ കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫിസാഗ്രിയൊക്കെ സ്റ്റാഫിസാഗ്രിയ തീർച്ചയായിട്ടും നമ്മളുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും വളരെ നല്ലതാണല്ലോ. അപ്പൊ അത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് UTIക്ക് എപ്പിസിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എപ്പിസ് എപ്പോഴും 1M കൊടുത്തിട്ടായിരിക്കും. 1M ആണ് ഞാൻ യൂഷ്വലി കൊടുക്കാറ്. അത് മാത്രമല്ല, ഈ കൾച്ചറിൽ ഈക്കോളെ ആണ് ഈ 70 lakhs കണ്ടത്. ഈക്കോളെ 70 lakhs കണ്ടപ്പോൾ ഞാൻ ഈക്കോളെ തന്നെ 1M ആണ് കൊടുത്തത്. പിന്നെ ഈ പല കേസുകൾ ഇങ്ങനെ UTIയുടെ പല കേസുകൾ ചികിത്സിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇന്ന് തന്നെ ഒരു കേസ് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച വന്ന ആ കേസിൽ 40 തൊട്ട് 45 വരെയാണ് പൾസൽസ്. പിന്നെ റെഡ് ഇതുണ്ട്, എന്താ മീൻസ് RBC പ്ലെന്റി ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മെഡിസിൻ കൊടുക്കുമ്പം യൂഷ്വലി സിംറ്റംസ് ചോദിക്കും. RBC കാണുമ്പോൾ ഞാൻ യൂഷ്വലി ആർണിക്ക കൊടുക്കാറുണ്ട്. ആർണിക്ക 30 ആണ് കൊടുക്കുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ, ഒന്നുകിൽ എന്തെങ്കിലും സ്റ്റോണിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൊണ്ടോ ആണെങ്കിൽ ആർണിക്ക കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. തന്നെയുമല്ല, യൂറിൻ പസൽസിന് ആർണിക്ക പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഇപ്പൊ പറയുന്ന ആ കേസിൽ തന്നെ ആർണിക്ക 30, എപ്പിസ് 1M. പക്ഷെ എനിക്ക് ആ റിപ്പീറ്റഡ് ആയിട്ട് പല കേസിലും എനിക്ക് കിട്ടി, പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടും. ഇതൊന്നും അല്ലാതെ തന്നെ തൂജ 1M മെഡോർണം 1M കൂടെ ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇതാ ഇന്നിപ്പോ ആ കുട്ടി വന്നിരുന്നു. ഞാൻ പിന്നെ ഒന്ന് കൾച്ചർ ചെയ്യിച്ചു. പിന്നെ സ്കാൻ ചെയ്യാൻ ഞാൻ വിട്ടില്ല, കാരണം സാധാരണ ബ്ലഡ് കാണുമ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്യേണ്ടതാണ്. കാരണം എന്തെങ്കിലും ക്രിസ്റ്റൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, സ്റ്റോൺ ഉണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. പക്ഷെ സ്കാൻ ചെയ്യാൻ ഞാൻ വിട്ടില്ല, പക്ഷെ കൾച്ചർ ചെയ്യിച്ചു. അപ്പൊ ഇന്ന് വന്നപ്പം പസൽസ് 4 to 6 ഒക്കെ ആയി. ഗ്രോത്ത് ഒന്നുമില്ല, നോ ഗ്രോത്ത്, അതാണ് കണ്ടത്. അപ്പം ഞാൻ പറയാൻ കാരണം, തൂജ 1M മെഡോറിനം 1M ഇന്റർ കറന്റ് ആയിട്ട് ഞാൻ ചിലപ്പം ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസിൽ ഞാൻ മെഡിക്കേറ്റ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പൊ 5 ml തൂജ 1M അങ്ങനെ മെഡോറിനം 1M അപ്പൊ ആണെങ്കിൽ 5 ml പിൽസിൽ കൊടുത്താൽ തൂജ 1M ഞാൻ രാവിലെ കഴിക്കാൻ പറയും. മെഡോറിനം 1M ഞാൻ വേണമെങ്കിൽ ഡെയിലി രാത്രി കഴിക്കാൻ പറയും. എൻ്റെ ഒരു ലക്ഷ്യം എന്താ, എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റിന് റിലീഫ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ട് ഒരു പേഷ്യന്റ് അഗ്രവേറ്റ് ചെയ്യുകയോ വേറെ ഒരു കോംപ്ലിക്കേഷൻസ് വരികയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെ ഒപ്പം തന്നെയാണ് എപ്പിസ് വണ്ണമോ ഒക്കെ കൊടുക്കാറ്. അപ്പം തന്നെയുമല്ല നമ്മളുടെ സിംറ്റംസ് അനുസരിച്ച് ചിലപ്പോൾ യുവാഊർച്ചി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ കോമൺ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻ തന്നെയാണ്. യുവാഊർച്ചിയോ അല്ലെങ്കിൽ ബെർബറിസ് വൾഗാരിസ് അങ്ങനെയുള്ള അതും കൂടിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതിന്റെ കൂടെ അതെല്ലാം ടീച്ചറാണ്, അതൊക്കെ 15 തുള്ളിയൊക്കെ കൊടുക്കാറുള്ളൂ. പക്ഷെ സ്റ്റോൺ ഉണ്ടെന്നുള്ള ഒരു കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനത് ബെർബറിസ് വൾഗാരിസ് അല്ലെങ്കിൽ ഹൈഡ്രാഞ്ചി ഇതൊക്കെ ആണെങ്കിലും ഞാൻ 25 ഡ്രോപ്സ് ആണ്, TDS ആണ് ഞാൻ കൊടുക്കാറ്. തന്നെയുമല്ല അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ രാമകൃഷ്ണൻ സാറില്ലേ, പിന്നെ പാലക്കാട്, അദ്ദേഹം പറയുന്നത് മലരിട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം അതിനകത്ത് വേണമെങ്കിൽ ഈ 25 ഡ്രോപ്സ്, 1 ലിറ്റർ മലരിട്ട വെള്ളത്തിൽ അത് തണുത്തതിന് ശേഷം അതിനകത്ത് വേണമെങ്കിൽ ഒരു 25 ഡ്രോപ്സ് നമ്മുടെ ടിഞ്ചേഴ്സ് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിട്ട് അത് ആഡ് ചെയ്തിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ട് അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ പറയും. രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ള 1 ലിറ്ററിൽ ഇതുപോലെ ഒരു 30 ഡ്രോപ്സ് ഒഴിച്ച് അത് കഴിക്കുക. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 1 ലിറ്റർ എടുത്ത് അങ്ങനെ ചെയ്യുക. പിന്നെ പ്ലസ് രാത്രിയിലും. അപ്പൊ തന്നെ 3 ലിറ്റർ ആയല്ലേ. പിന്നെ ഇനി മടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാൻ ഇപ്പം സ്റ്റോണിന്റെ ആണെങ്കിൽ കല്ലുരുക്കി ഇട്ട് വെള്ളം കുടിക്കാൻ പറയും. അല്ലെങ്കിൽ തഴുതാമ, അത് നമുക്ക് എല്ലാവർക്കും, തഴുതാമ ആണെങ്കിൽ സമൂലമാണ് ഇട്ട് അത് തിളപ്പിക്കേണ്ടത്. പിന്നെ ചെറുള്ള, ഇതെല്ലാം നമ്മളുടെ പുരയിടങ്ങളിൽ ലഭ്യമാണ്. അതെല്ലാം പറയാണ്ട് പിന്നെ പ്ലസ് വേണമെങ്കിൽ ബാർലി വെള്ളം, പിന്നെ നാരങ്ങ വെള്ളം ഞങ്ങളുടെ നോട്ടത്തിൽ വളരെ നല്ലതാണ്. അത് ആ യൂറിന്റെ ഇത് കൂടി അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം. എന്നാലും നാരങ്ങ വെള്ളം വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്. അപ്പൊ ഞാൻ വീണ്ടും ഈ കേസിലോട്ട് വരാം. അപ്പൊ ഈ കേസിൽ ഞാൻ ഇഗ്നേഷ്യ കൊടുത്തു, സ്റ്റാഫിസാഗ്രിയ കൊടുത്തു. ഇതെല്ലാം വണ്ണം തന്നെയാണ് കൊടുക്കുന്നത്. വണ്ണമോ 10 കൊടുക്കും. അത് കൊടുക്കും. ചിരിക്കത്തേയില്ല ഈ കൊച്ച്, ഒരു ചിരിയുമില്ല. ഞാൻ എപ്പോഴും ഇത് ഏട്ടനോട് പറയാറുണ്ട്, ഈ കൊച്ചെന്താ ഏട്ടാ ചിരിക്കാത്തതെന്ന്. അപ്പൊ അതിന്റെ സങ്കടങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്ന് ഞാൻ മനസ്സിലോർത്ത് ഇതെല്ലാം കൊടുത്ത്. അങ്ങനെ ഓപ്പൺ അല്ല ആളോട്ടും. പിന്നെ ഇടയ്ക്ക് ഞാൻ നേത്രമൂറും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ 2-3 മാസമായിട്ടും അത് റിസൾട്ട് ഒന്നും വന്നില്ല. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഇതൊന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ നോർമൽ ആയിട്ട് കൺസീവ് ആയാലും മതി എന്നുള്ളത്. പക്ഷേ ഇവർക്ക് 5 വർഷം ആയതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ പയ്യനും കൂടി മെഡിസിൻ കൊടുത്തു. ആ പയ്യന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ലിക്വിഫാക്ഷൻ ഒരു 43 മിനിറ്റ്സ് വന്നു. പിന്നെ ആക്റ്റീവ് മോട്ടയില് 23% ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് വേറെ വലിയ സിംറ്റംസ് ഒന്നും ഇല്ല. ഇതിന് 1-2 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ പൊതുവെ ഇൻഫെർട്ടിലിറ്റി കേസിൽ ജെൻസിന്, അതെനിക്ക് തോന്നുന്നു ഞാൻ ശാന്ത മാഡം പറഞ്ഞ എൻ്റെ ഓർമ്മയുണ്ട്, ഒരു ഇൻഫെർട്ടിലിറ്റി കേസിൽ അങ്ങനെ ജെൻസിന് പ്രത്യേകിച്ച് ലക്ഷണമോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, പക്ഷെ ഞാൻ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ സൾഫർ കാൽക്കരിയ ലൈക്കോപോഡിയ ഒന്ന് കൊടുക്കാറുണ്ട്. കൂടുതൽ കേസിൽ എനിക്കത് പ്രത്യേകിച്ച് വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഒരു കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ആള് ഡയബറ്റിക് അല്ലെങ്കിൽ ഒബീസ് മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സൾഫർ കാൽക്കരിയ ലൈക്കോപോഡിയം, സൾഫർ രാവിലെ അത് 200 ആണ്, കാൽക്കരിയ ഉച്ചയ്ക്ക് 200, ലൈക്കോപോഡിയം വൈകുന്നേരം എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതിന് റിസൾട്ട് കിട്ടുകയും. അപ്പൊ ഈ പയ്യനും ഞാൻ ആ രീതിയിൽ തന്നെ കൊടുത്തു. പ്ലസ് ഞാൻ അശ്വഗന്ധ ടിഞ്ചർ യൂക്കാലിപ്റ്റസ് കൂടാണ് കൊടുത്തത്, ഒരു ബ്ലഡ് പ്യൂരിഫയർ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് പക്ഷെ ആ പയ്യന് ഒരു പ്രാവശ്യമേ എനിക്ക് മരുന്ന് കൊടുക്കേണ്ടി വന്നുള്ളൂ. അടുത്ത ഒരു 2-3 മാസത്തിനുള്ളിൽ കൺസീവ് ആവുകയും ചെയ്ത. പക്ഷെ വീണ്ടും ഞാൻ ഈ കേസിലോട്ട് വരട്ടെ. അപ്പൊ നമ്മൾ തൂജ വണ്ണം, മെഡോർണം വണ്ണം ഇങ്ങനെ കൊടുത്തു. ഇടയ്ക്ക് ഇഗ്നേഷ്യ 10 കൊടുത്തു, സ്റ്റാഫിസാഗ്രിയ 10. ഓരോ വിസിറ്റിലും ഞാൻ ഈ ഒരു മെഡിസിൻസ് ഏതെങ്കിലും ഐദർ മയാസ്മാറ്റിക് ആയിട്ടുള്ള തൂജയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഞാൻ എപ്പിസ് വണ്ണമും ഒക്കെ കൊടുത്ത്. ഈക്കോളെ വണ്ണം ഞാൻ പറഞ്ഞല്ലോ, ഈക്കോളെ വണ്ണം കൊടുക്കും. ചില കേസിൽ ഞാൻ സ്റ്റെഫിയിലൊക്കെ, ചിലതിൽ ക്ലെപ്സീലിയ ആയിരിക്കും കാണുന്നതെങ്കിൽ ക്ലെപ്സീലിയ 30 നമുക്ക് വീട്ടിലുണ്ട്, അത് നമ്മൾ കൊടുക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. പിന്നെ ന്യൂമോകോക്സ്, അപ്പം ഈ ഇടയ്ക്ക് ആലപ്പുഴയിലുള്ള ഒരു പേഷ്യന്റിന്റെ ബെഡ്രിഡൻ ആണ്, അത് ഞാനൊന്ന് പോയി കണ്ടിരുന്നു. 1 ലക്ഷമായിരുന്നു ന്യൂമോകോക്സിന് ഉണ്ടായിരുന്നത്. അതിപ്പം നമ്മൾ ന്യൂമോകോക്സിൻ 30 പ്ലസ് ഈക്കോളെ അല്ല, അത് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കേസാണ്. എന്തായാലും വീണ്ടും കൾച്ചർ ചെയ്തപ്പോൾ അത്
10,000 കുറഞ്ഞിട്ടുണ്ട് ന്യൂമോകോക്സിന്. അത് ഏകദേശം ആ നോർമൽ ലെവലിലോട്ട് വന്നല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ലെപ്സീലിയ മെഡിസിൻ ഉണ്ട്, ന്യൂമോകോക്സിൻ നമുക്ക് മെഡിസിൻ ഉണ്ട്, ഈക്കോളെ മെഡിസിൻ ഉണ്ട്. ഇതെല്ലാം ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതെല്ലാം അവൈലബിൾ ആണ്. ക്ലെപ്സീലിയ സെന്റ് ജോർജിൻ്റെത് നമുക്ക് 30 ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. 100 ml നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ക്ലെപ്സീലിയ കേസ് ന്യൂമോകോക്സിനുണ്ട് 30 തൊട്ട് 1 വരെയുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ വീണ്ടും ഈ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ ചിരിക്കുന്നില്ല എനിക്ക് തോന്നി ഒരു ഇൻഡിഫറന്റ് ഇതാണെന്ന് ഉള്ളതൊക്കെ തോന്നി. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പം നേട്രമൂർ ഒക്കെ ഇടയ്ക്ക് കൊടുക്കുമല്ലോ, എല്ലാം കൊടുത്തു കഴിഞ്ഞ് സെപ്പിയ കൊടുത്തു. നമുക്ക് നേട്രമൂർ സെപ്പിയ എല്ലാം കോംപ്ലിമെന്ററി റിലേഷൻ ഉണ്ടല്ലോ. വീണ്ടും സെപ്പിയ 10 കൊടുത്തു. വീണ്ടും ഞാൻ ഈ എപ്പിസ്, ഈക്കോളൈ, പിന്നെ യുവ ഉർഷി ഇതൊന്നും ഞാൻ വിടുന്നില്ല. ഇത് വിടാതെയാണ് ഞാൻ ഈ ഇന്റർകറന്റ് ആയിട്ട് സെപ്പിയൊക്കെ കൊടുക്കുന്നത്. സെപ്പിയ 10 എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കൊച്ചി ചിരിക്കുന്നില്ല. എനിക്കൊരു വിഷമം, ഈ കൊച്ചിന് എന്താ ഒരു വികാരവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സങ്കടം കൊണ്ടായിരുന്നു കാണും എന്നുള്ളതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ എപ്പോഴും അതെനിക്കൊരു ഇത്. എന്തായാലും അങ്ങനെയെല്ലാം കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് പൈൽസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിടയ്ക്ക് എന്തെങ്കിലും ആ സിംറ്റമാറ്റിക് ആയിട്ട് മെഡിസിൻ എല്ലാം കൊടുക്കും. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞല്ലോ, എപ്പിസ് ഒന്നും ഞാൻ വിട്ടില്ല. വീണ്ടും ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ എപ്പോഴാ പീരീഡ്സ് ഒക്കെ വളരെ റെഗുലർ ആയിട്ട് തന്നെ വരും. ഒന്നും വരും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനലി എന്ത് പറ്റി, കൺസീവ് ആയി കഴിഞ്ഞപ്പോ എനിക്കൊരു വെപ്രാളം, ദൈവമേ ഈ കുട്ടിക്ക് ഇത് കൾച്ചർ ചെയ്യുമ്പോ ഇത് സംഭവം ലവന്മാര് മാറണ്ടേ. ഈക്കോളെ 70 ലക്ഷം എന്നുള്ളത് അപ്പോഴത്തേക്കും കുറഞ്ഞു വരുന്നുണ്ട്. 50,000 ആയി. അപ്പോഴത്തേക്കും 50,000 ആയെങ്കിലും എനിക്കൊരു തൃപ്തിയില്ല. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഹോൺബീൻ കൊടുത്തായിരുന്നു. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഐ ആം നോട്ട് ഫീലിംഗ് ഫിറ്റ് എന്നുള്ളൊരു ഫീലിംഗ്. അത് ഞാൻ നോക്കിയിട്ടാണ് കൊടുത്തത്. ഹോൺബീൻ അങ്ങനെ ഒരു ഇതുണ്ട്. തന്നെയുമല്ല വാൾനട്ട് കൊടുത്തു. ഇനി കൊച്ചിന്റെ അപ്പൊ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു 50,000 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫ്ലവർ റെമഡിയിലോട്ട് പോയി. നമ്മുടെ വാൾനട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഹാബിറ്റ് വല്ലതും ആണോ അങ്ങനെ എന്തെങ്കിലും ലിങ്ക് ബ്രേക്കർ എന്നുള്ള രീതിയിൽ അത് കൊടുത്തു. റെസ്ക്യൂ റെമഡി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഹോൺബീൻ. അത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തതെന്ന്. ഐ ആം നോട്ട് ഫീലിംഗ് ഫിറ്റ്, ഞാൻ ഓക്കെ അല്ലെന്ന് തോന്നുന്നു ഡോക്ടറെ. അങ്ങനെ ഒരു അപ്പൊ എനിക്ക് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ഉള്ള ഒരു ആ ഒരു ഫീലിംഗ്, ആ ഒരു സിംറ്റമാണ് എനിക്ക് അങ്ങനെ തോന്നി. ഹോൺബീൻ ഞാൻ കൊടുത്ത്. എന്തായാലും അങ്ങനെ ആയി. എന്താ പറയുക, സെപ്പിയ 10 ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഊഫോറിനം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 15/11 പ്രഗ്നൻസി പോസിറ്റീവ്. അതായത് 14/10 ഡിസംബറിലായിരുന്നു. അതായത് ഇതൊരു സംഭവ ബഹുലമായിരുന്നു ഈ ഇത്രയും നാളും. അത് കഴിഞ്ഞിട്ട് 14/10 ഞാൻ ഇത് ലാസ്റ്റ് LMB 14/10 ആയിരുന്നു. 15/11 തന്നെ ആ കൊച്ചി പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് വിളിച്ച് പറയുകയായിരുന്നു എന്നെ. അത് തന്നെ നോക്കി, എന്നോട് പറയാതെ തന്നെ നോക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ യൂറിൻ നോക്കാൻ പറഞ്ഞു. പസൽസ് 2 to 4, എപ്പിത്തീലിയൽ സെൽസ് 6 to 8, ബാക്ടീരിയ സീൻ എന്നാണ് കണ്ടത്. എങ്കിലും ഞാനൊന്ന് ആ കുട്ടിയോട് പറഞ്ഞു, ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ബീറ്റ HCG നോക്കിയപ്പം 3036 ഉണ്ട്. അത് സ്ട്രോങ് പോസിറ്റീവ് ആണല്ലോ, നമുക്കറിയാം. ഇനിയിപ്പോ അടുത്ത പരിപാടിയാണല്ലോ, ഇനി ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ആരെ കാണുക, അങ്ങനെയുള്ള അതൊക്കെ ഞാൻ അവർക്ക് തന്നെ വിടാറുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. അതൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ട് ചെയ്യും. അപ്പൊ ലാസ്റ്റും ഞാൻ ആ ഒരു കൺസീവ് ആവുന്നതിന്റെ ആ ഒരു ഇതിൽ ഞാൻ സെപ്പിയ 10 ഞാൻ കൊടുത്തിരുന്ന. സെപ്പിയ 10 റിപ്പീറ്റഡ് ആയിട്ടാണ് ഞാൻ 6 BT കൊടുത്തിട്ട് 3 ദിവസം ഫസ്റ്റ് 3 ദിവസം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മുടെ ഈക്കോളെ ആ രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇതിനെക്കാട്ടിൽ ഭീകരമായ കാര്യങ്ങളൊക്കെ നടന്നത്. എങ്ങനെയാ ശരി ഡോക്ടറെ, അതുകൂടെ പറഞ്ഞു നിർത്താൻ എങ്ങനെയാ സമയം? അത് കുറച്ച് പറയാണ്ട്. കേൾക്കാൻ വയ്യ ശരി ഡോക്ടറെ? ശരി ഡോക്ടർ മ്യൂട്ടാന്ന് തോന്നുന്നു. സമയമുണ്ടല്ലോ, 17 ആയിട്ടുള്ളൂ. പറയട്ടെ? അതോടെ പറയാം. അപ്പൊ അതെനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അതിനൊന്നും ചെയ്തില്ല. അപ്പൊ വീണ്ടും സ്വാഭാവികമായിട്ടും പോയി. അപ്പൊ ഞാൻ ബീറ്റ HCG നോക്കാനുള്ളൊരു കാരണം, അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അന്ന് ഇതുപോലെ ഒരു കേസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിലൊന്ന് പറഞ്ഞപ്പം അബോർഷനായി ത്രട്ടൻഡ് അബോർഷൻ ഒക്കെ പറഞ്ഞു. അന്ന് പറഞ്ഞു ഞാൻ ആർണിക്ക
വണ്ണം കൊടുത്തു, ആർണിക്ക വണ്ണം കൊടുത്തിട്ട് പിന്നെ RR കൊടുത്തു, അക്കഡേറ്റ് കൊടുത്തു എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നത്തെ മാത്രമല്ല, ഞാൻ സർവീസിലായിരുന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസിലും ഇങ്ങനെയുള്ള കേസുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്ത് തന്നെയല്ല ഇതിനകത്ത് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളുടെ അറിയാമല്ലോ, നമ്മുടെ രമാദേവി അമ്പാടി മാഡം, പിന്നെ ചന്ദ്രചന്ദ്ര മാഡം, ഇവരെല്ലാവരുടെയും ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇതെല്ലാം ക്ലാസ്സുകൾ കേട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ലൈവായിട്ടിരിക്കും നമ്മൾ. അപ്പം എക്സ്പീരിയൻസും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഈ ബീറ്റ HCG ആദ്യമേ തന്നെ നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 3036 ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പം അന്നത്തെ, അതായത് തൊട്ട് മുമ്പിലത്തെ ആ കേസിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റഡ് പിന്നെ ഇതിന് അബോർഷന് നമുക്ക് എന്താ ഉള്ളത്, ടോക്സോപ്ലാസ്മേ ഗോണ്ടൈ എന്നുള്ള ആ മെഡിസിൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന് ഒട്ടും ഞാൻ ആലോചിച്ചില്ല, ഹെസിറ്റേറ്റ് ചെയ്തുമില്ല. ടോക്സോപ്ലാസ്മേ ഗോണ്ടൈ എന്നുള്ള മെഡിസിൻ ഞാൻ 30 കൊടുത്തു. റിപ്പീറ്റഡ് അബോർഷന് നമ്മളുടെ റെപ്പർട്ടറിയിൽ ഉണ്ട് ആ മെഡിസിൻ. അതുപോലെ തന്നെ ത്രെറ്റൻഡ് അബോർഷന് കോളോഫൈലമാണ് ത്രെറ്റൻഡ് അബോർഷന് പറയുന്നത്. അതും ഞാൻ 30 കൊടുത്തത്. അപ്പൊ ഞാൻ പിന്നെ ചാൻസ് ഒന്നും എടുത്തില്ല. കാരണം എന്ന് വെച്ചാല് ഇനി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായെങ്കിലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് തന്നെയാണ് പോയത്. അപ്പോഴീ കൊച്ചി ചിരിക്കുന്നില്ല കേട്ടോ, എനിക്ക് അതായത് വലിയ പിന്നെ സങ്കടം. അതെന്തേലും ആട്ടെ. അപ്പൊ എന്തായാലും പിന്നെ നവംബറിൽ ഡീപ്പ് ഓറഞ്ച് എനിക്ക് ഈ എല്ലാ ടെൻഷനും നമ്മൾക്ക് ഭയങ്കര ഇതായിരുന്നു. ഡീപ്പ് ഓറഞ്ച് യൂറിനൊക്കെയാ പിന്നെ പോകുന്നത്. ബ്ലീഡിങ് 16/11 ബ്ലീഡിങ് ഉണ്ടായി. അപ്പോഴെല്ലാം ഈ കൊച്ചി നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റിയതിന്റെ ഒരു കാരണം നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ആ പേഷ്യന്റ് നമ്മളുടെ കൂടെ അത്രയും വിശ്വാസമായിട്ട് നിൽക്കുന്നത് കൊണ്ടും കൂടി നമുക്കത് നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം ഭയങ്കര ബ്ലീഡിങ്ങും ഒക്കെ ആയപ്പോ ഞാൻ വീണ്ടും അപ്പോഴത്തേക്ക് ഞാൻ സെപ്പിയയിൽ നിന്ന് ആ 10 ml നിന്ന് പോയി വന്ന് താഴോട്ട് സെപ്പിയ 200 ആണ് പിന്നെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ബ്ലീഡിംഗ് ഒക്കെ കണ്ടപ്പോ ഞാൻ ആർണിക്ക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർണിക്ക. അപ്പൊ പക്ഷെ ഞാൻ വണ്ണമാണ് കൊടുത്തത്, യുവാവൃഷി കൊടുത്തു. യുവാവൃഷി, ഈക്കോളൈ അതല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഹയർ പൊട്ടൻസിന്നെല്ലാം താഴോട്ട് ലോ പൊട്ടൻസിയിലോട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞ് ബ്ലീഡിങ് എല്ലാം ആയി. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി. അപ്പം ടോക്സോപ്ലാസ്മേ ഗോണ്ടൈ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒപ്പിയം കൊടുത്തു. കാരണം ഈ കൊച്ചിന് പേടിയും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് അങ്ങനെ എല്ലാം കൊടുത്ത് ഞാൻ ഒരു പിക്ചർ കാണിക്കാൻ ഞാൻ ഫോണിൽ കിടക്കുന്ന ഇത് കാണാമോ ശൈല ഡോക്ടറെ? എന്താണെന്ന് വ്യക്തമാവൂല. അല്ല, ഒന്നാലും ഒരു കണ്ടോ, അത് കാണാം കേട്ടോ. കാണാം, പക്ഷെ എന്താണ് പറഞ്ഞുതരാം. ഇതൊരു പീസ് ഓഫ് ബ്ലഡ് ആണ്. അതിന്റെ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം. കണ്ടോ കണ്ടല്ലോ? ഇത് ഇങ്ങനെ ഈ ഒരു രൂപത്തിലായിരുന്നു അതിന് ബ്ലഡ് ഇങ്ങനെ കാണാമല്ലോ നല്ലപോലെ. ഇത് ഞാൻ സൂം ചെയ്തതാ കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് അതിന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് മന്തിലും സെക്കൻഡ് മന്തിലും ഒക്കെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന. എന്തായാലും നമ്മളുടെ ആർണിക്ക, അപ്പൊ അവരുടെ മെഡിസിൻ ഉണ്ട്, അവര് പ്രൊജസ്ട്രോൺ കൊടുക്കുമല്ലോ. അപ്പൊ അതുണ്ട്. എങ്കിലും നമ്മളുടെ മെഡിസിൻ എല്ലാം ആർണിക്കയും പിന്നെ അപ്പോഴും ഞാൻ തൂര്യ മെഡോറിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വണ്ണം എന്നുള്ളത് ഞാൻ താഴോട്ട് ലോ പൊട്ടൻസി ലോ ആക്കി. ഇടയ്ക്ക് അതിന് പിന്നെ ഇത് വന്നു. പിന്നെ വേറൊരു കാര്യം, ആർണിക്ക കൊടുത്തു, പിന്നെ ടോക്സോപ്ലാസ്മേ ഗോണ്ടൈ കൊടുത്തു. അത് കൊടുത്തതെന്ന് വെച്ചാല് റിപ്പീറ്റഡ് അബോർഷൻസ് അത് പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ ത്രെറ്റൻഡ് അബോർഷന് നമ്മുടെ റെപ്പർട്ടറിയിൽ ഒരു മെഡിസിനേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോളോഫൈലമാണ്. അത് കോളോഫൈലം 30 ആണ്. TDS കൊടുത്തു ഞാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂടെ ഞാൻ ഒരു അലേട്രീസ് വല്ലതും കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊരു യൂട്രൈൻ ടോണിക് എന്നുള്ള രീതിയിലാണ് അലേട്രീസ് ഞാൻ യൂഷ്വലി കൊടുക്കാറുള്ളത്. ടിഞ്ചറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ 3x ആണ് കൊടുക്കാറുള്ളത് അത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അനീമിയാണ്. ഈ കുട്ടിക്ക് അനീമിയാണ്. അത് ലെസിത്തിൻ 3x, ഫെറമെറ്റ് 30, ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു സെക്ലിക്കോർ 30യുടെ സെക്ലിക്കോറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാല് റെപ്പർട്ടറിയിൽ നമ്മൾ പറയുന്നത് വെച്ചാല് അറസ്റ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിക്ക് സെക്ലിക്കോറും കൊടുത്തു. അപ്പൊ ഈ ഒരു ബ്ലീഡിങ് ഈ ഒരു പീസ് പോലെ പോകുമ്പോൾ നമുക്ക് എന്റെ വിചാരം, ടു ബി ഫ്രാങ്ക്, ദൈവമേ ഇത് ഏതെങ്കിലും ഈ കുഞ്ഞിന്റെ മേജർ പോർഷൻസ് വല്ലതും ആണോ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയില്ലല്ലോ.
പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്തായാലും ഗൈനക്കോളജിസ്റ്റിന്റെ ഇതുണ്ട്. തന്നെയല്ല ഈ കേസും രണ്ടുപേര്, അതായത് ചേർത്തലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമുഖ ഇൻഫെർട്ടിലിറ്റി സെന്ററിലെ അവരും ഇൻഫെർട്ടിലിറ്റി ഈ എന്താണ് ഹോസ്പിറ്റലിലെ അവര് ഒരു ഗൈനക്കോളജിസ്റ്റും, എറണാകുളത്തെ അപ്പൊ ഈ കുട്ടിയുടെ ചേട്ടത്തി അവിടെ എറണാകുളത്തെ ഒരു നല്ല ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അവര് ഈ രണ്ട് ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞത് ഇവിടെ തന്നെ നിന്ന് കോളോഫൈലം സിക്ലിക്കോറിന്റെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് എന്താ പിന്നെ ഇത് അറസ്റ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ പിന്നെ അതിനാണ് സിക്ലിക്കോർ ഞാൻ കൊടുത്തത്. എല്ലാം കൊടുത്ത് എന്തായാലും ഒരു 3-4 മാസം 5 മാസം വരെ ഇതായിരുന്നു, എന്താ പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ മെഡിസിൻ എല്ലാം ഇതൊക്കെ തന്നെ കൊടുത്തു, ആർണിക്കയൊക്കെ കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നോക്കണമല്ലോ. ഈക്കോളെ നോക്കിയപ്പോഴത്തേക്കും നോ ഗ്രോത്ത് ആയിട്ട് വന്നു. പിന്നെ ഈ എന്നോട് ഇങ്ങോട്ട് പറയും അത് നോ ഗ്രോത്ത് ആയി, അതിനില്ലായി, കുഴപ്പമില്ല. എന്നോട് തന്നെ പറയും മാഡം എനിക്ക്, ഞാൻ ആ കുട്ടി ഒന്നും കഴിച്ചില്ല, ഒരു അയണോ ഒന്നും കഴിക്കാതെ നമ്മുടെ മെഡിസിൻ മാത്രമാണ് കഴിച്ചത്. അതിന്റെ ആവശ്യപ്രകാരം ലെസിത്തിൻ 3x, ഫെറംഫോസ് 3x, ഫെറമെറ്റും ഞാൻ കൊടുത്തു. അതെല്ലാം 3 നേരം അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള രീതിയിൽ കൊടുക്കും. എന്തായാലും ഞാൻ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും നല്ലൊരു പ്രിമച്ചർ ലേബർ ആയിരുന്നേ ഉള്ളൂ. നല്ലൊരു മോള്, ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു മോളെ കിട്ടി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഭയങ്കര ഈ പറയുമ്പം നമുക്ക് കേൾക്കുമ്പം നിസ്സാരമാണെന്ന് തോന്നിയെങ്കിലും അത് എന്താ പറയുന്ന അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫോട്ടോ കാണിക്കാവോ കുഞ്ഞിന്റെ? വേണ്ട അല്ലേ ഷെൽ ഡോക്ടറെ? പിന്നെ അത് വേണ്ട. അപ്പം അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടായി. ഇപ്പൊ മോൾക്കും ആ കുഞ്ഞിനും നമ്മുടെ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ആ മോൾക്ക് ഇപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് കൾച്ചർ ചെയ്യും, ഒരു കുഴപ്പവും 8.51 ഒക്കെ ആയിരുന്ന HB ഇപ്പൊ 12.6 ആയി. പിന്നെ ഇത് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നുമില്ല. അങ്ങനെ വളരെ നല്ല, ഈ പറയുമ്പോ ഇത് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കേട്ടോ അല്ല. അത്രയും 3-4-6 മാസം ഞാനും കൂടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെ വിശ്വസിച്ചല്ലേ അവര് വരുന്നത്. ഈ പീസായിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചില്ല, അത് പീസായിട്ട് പോകുമ്പോ എന്റെ വിചാരം മൊത്തം ദൈവം ഇതിന്റെ ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ടെക്നോളജി എല്ലാം വർദ്ധിച്ചു, നമ്മുടെ സയൻസും വർദ്ധിച്ചത് കൊണ്ട് അതിന്റെ ആ ഒരു എല്ലാം ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു അനോമലിയും ഉണ്ടായില്ല. പ്ലസ് ഒരു പ്രിമച്ചർ ലേബർ ആയിപ്പോയി പിന്നെ എന്നുള്ളതല്ലാതെ, സിസേറിയനുമായിരുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ട്. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു കേസാണ്. ഇപ്പൊ സ്റ്റിൽ അവര് നമ്മുടെ വലിയ മരുന്നൊന്നും കഴിക്കുന്നില്ല, നമ്മുടെ മെഡിസിനിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകും. മതിയാവോ ഷൈൽ ഡോക്ടറെ? ഓക്കെ. 5 മിനിറ്റ് 6 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഇനി വലിയ കൂടുതൽ അല്ല 4 മിനിറ്റേ ഉള്ളൂ, സമയമില്ല. എന്തായാലും നല്ല 3-4 കേസുകളാണ് ഡോക്ടർ ഇവിടെ നമ്മോട് നമുക്ക് പങ്കുവച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എല്ലാം നല്ലതിൽ തന്നെ അവസാനിച്ചു, നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ഇസ്മായിൽ സേട്ട് സാറ് ഉണ്ട്. സാറ് എന്തെങ്കിലും പറയാനുണ്ടോ? സാറിനെ തന്നെ ആദ്യം വിളിക്കാം, സമയമില്ല എന്നാലും. സേട്ട് സാറേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാറേ. സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്തേ സാറേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ സാറേ. പറ്റുന്നില്ലേ? സാറിനെ കോഹോസ്റ്റ് ആക്കാൻ സമയം. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാർ ഇനിയൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. സാറ് കോഹോസ്റ്റ് ആണ്, നല്ലോണം ആ ചുവന്ന ബട്ടണിൽ ഞെക്കിയാ മതി. ഇനിയും പറ്റുന്നില്ലേ? സാറ് കോഹോസ്റ്റ് ആണ്, നല്ലപോലെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എന്തോ ഒരു പ്രശ്നമുണ്ട്, സാറിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. റേഞ്ച് കുറവായതുകൊണ്ടാണോ എന്തോ. സാറ് കോഹോസ്റ്റ് ആണ്. ശരിയായി. സാറ് സംസാരിച്ചു.
സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ ഇല്ല, തുടക്കം ചില മുതലേ മാന്ത്രിക സാറ് ശക്തി കൊണ്ട്. കാരണം ഞാൻ തുടക്കം മുതലേ കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ക്ലാസ് വളരെ അതികൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പറയാൻ ശരിയാവില്ല. എല്ലാം നല്ല കേസുകളൊക്കെ വളരെ പഠിക്കാനുണ്ടായിരുന്നു, വളരെ മനസ്സിലാക്കാനുണ്ടായിരുന്നു. ശാസ്ത്രീയമായ വശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ സാറിന് ചില പറ്റത്തില്ല. അഭിപ്രായ അതുകൊണ്ടാണ് വ്യത്യാസങ്ങൾ കാണും, കേട്ടോ. അതെനിക്കറിയാം. ആ ഇല്ലേ സാറ്? ഓക്കെ, അത് കുഴപ്പമില്ല. ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ നോക്കുമ്പോഴേ ആ അവർക്ക് ആക്ഷൻ മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആക്ഷൻ കിട്ടും, അത് ആക്ഷൻ കിട്ടും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. അത് കൂടുതൽ ഞാൻ പറയുന്നത് അതിനെ പറ്റിയുള്ള. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ. എന്തായാലും അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അവര് അതെ 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 നല്ല അതെ. രീതിയിൽ കേസുകൾ മാനേജ് ചെയ്യുന്നു, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഇനി സമയമില്ല, നമുക്ക് നന്ദി പറയേണ്ട സമയം, കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും ഒരുപാട് ഇതൊന്നും മാത്രമല്ല, ഒത്തിരി കേസുകൾ പിന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ് രണ്ടുപേരും. പിന്നെ ദേവൻ ഡോക്ടറുടെ എന്താണ് ഉപദേശങ്ങളും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ, സംശയ ദൂരീകരണത്തിനൊക്കെ വീട്ടിൽ തന്നെ ആളുള്ളത് കൊണ്ട് എല്ലാം കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാം, രണ്ടുപേരും കൂടി ആലോചിച്ച്. എന്തായാലും നല്ല കാര്യം. നല്ലൊരു ദേവൻ ക്ലാസ് ഡോക്ടർ എടുത്ത ആരാണ്? ദേവൻ ഡോക്ടർ ആരാണ് ഈ ഡോക്ടർ? ആരുമല്ല, ഭാര്യയാണ്. ശരി, ആരുമല്ല, മറ്റാരുമല്ല, ഭാര്യ. കുഴപ്പമില്ല. ഒന്നിനെ ഓക്കെ കൂടുതൽ ആലോചിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ നല്ലൊരു ക്ലാസ് എടുത്ത രാജേശ്വരി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി അറിയാമോ ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും വളരെ വിചിത്രമായ 4 കേസുകള് വളരെ ധൈര്യത്തോടു കൂടെ ചികിത്സിച്ച് ഡോക്ടറുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് രാജേശ്വരി ഡോക്ടർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ധൈര്യമായി ചികിത്സിച്ച അനവധി കേസുകൾ ഇനിയും കാണും. വീണ്ടും ഈ കേസുകളുമായിട്ട് വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും കൂടിയാണ്. ഡോക്ടറുടെ ക്ലാസ്സിനുള്ളൊരു പ്രത്യേകത, ഡോക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് നമുക്കും കൂടെ മനസ്സിലാക്കി തരിക. പല റെയർ കണ്ടീഷൻസും അത് ഡോക്ടർ മനസ്സിലാക്കിയ അതേ സ്പിരിറ്റിൽ നമ്മളെ അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരിക എന്നുള്ള ഒരു രീതിയിലാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു പ്രയോജനമുള്ളൊരു ക്ലാസ്സാണത്. എന്തായാലും ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്കുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 1920 ദിനം അങ്ങനെ 4-5 നല്ല കേസുകളോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം.